ഇത് ഞങ്ങളുടെ കൊച്ചച്ഛൻ്റെ താറാവ് കൃഷിയാണ്. ഇത് ഇതിനകത്ത് വളർത്തുന്നതെന്ന് വെച്ചാൽ പേത്തത്താറാവിനെ ചാരത്താറാവിനെ മാത്രം വളർത്തുന്നു. ഇത് അവിടുത്തെ പോണ്ടാണ് താറാവിന് ഇറങ്ങിയിരിക്കാനുള്ള. പിന്നെ ഇതിൻ്റെ അകത്ത് അടത്താറാവൊക്കെ ഉണ്ട്. ഈ കൂട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് ഇത് അടയിരിക്കുന്ന താറാവാണ്. വേറൊരു താറാവ് അടയിരിപ്പുണ്ട്. അത് വിരിഞ്ഞ് അത് 5 കുഞ്ഞുങ്ങളെങ്ങാനുണ്ട്. ഇത് ഞങ്ങളുടെ താറാവുകളാണ്. ഞങ്ങളിന് പുല്ലൊക്കെ ഇട്ട് കൊടുക്കും. പുല്ലൊക്കെ തിന്നും. ഈ കൂട് പണിഞ്ഞേക്കുന്ന വല വെച്ചാണ്. അകത്തെ കൂട് നെറ്റ് വെച്ചും. ഇത് എൻ്റെ കോഴികളാണ്. ഇതിന് ഞാൻ ഗ്രോവർ ഇട്ട് കൊടുക്കുകയാണ്. ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രോവർ. എൻ്റെ ഉദ്ദേശമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുട്ട ഇടുമ്പം അത് വിരിയിപ്പിച്ച് വിൽക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഞങ്ങൾ ഇതിനു മുമ്പ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് താറാവിൻ്റെ മുട്ടയും വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ചൂട് കറക്റ്റാവാൻ താറാവിന് ജീവനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചത്തുപോയി. ഞങ്ങൾ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ പപ്പ എനിക്ക് 4 കോഴികളെ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. ബാക്കി ഞാൻ വീട്ടിൽ കിടന്ന ആക്രി സാധനവും ഒക്കെ വിറ്റ് മേടിച്ചതാണ്. ഇതിന് ഞങ്ങൾ വൈകിട്ട് റേഷനരി ഗ്രോവർ ഒക്കെ കൊടുക്കും. രാവിലെ അത് തന്നെ കൊടുക്കും. ചില ദിവസം രാവിലെ മീനിൻ്റെ വേസ്റ്റും കൊടുക്കും. ഈ കോഴിക്കൂട് ഇത്ര ഉയരത്തിലായതുകൊണ്ട് ഈ കോഴിയെ പട്ടിയും പൂച്ചയും ഒന്നും പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ കോഴിക്കൂട് ഇത്ര ഉയരത്തിൽ പണിഞ്ഞേക്കുന്നത്. ഇവന്മാർ ചാടിക്കയറും കൂട്ടിലേക്ക്. എന്നിട്ട് ഞങ്ങൾ രാത്രിയാകുമ്പം ഈ ബയൻ്റ് വെട്ടി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുകൂടെ ചാടിക്കയറാനാണ്. ശിവന്മാർ നേരെ അങ്ങ് കൂട്ടി ചാടിക്കയറും ചിലവന്മാർ. ഈ കോഴികൾ രാത്രിയിലാകുമ്പോൾ നേരെ കൂട്ടി കയറും. ഇപ്പം ഞങ്ങൾ എന്താ കയറ്റിയെന്ന് ചോദിച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കയറ്റിയതാണ്. ഈ കൂടിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പീനട്ട് ബട്ടറിൻ്റെ മൂട്ടിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ഫോട്ടോസാണ് കോഴിയുടെ കൂടെ ഇന്ന് എടുത്തത്. ടാറ്റാ.